ഈ വീക്കെൻഡിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പൊതുവെ ചെയ്യാറുള്ള പോലെ രാത്രിന്നല്ല തുടങ്ങണേ, വെളുപ്പിനല്ല തുടങ്ങണേ, ഉച്ചയ്ക്ക് 12 മണി ആവാറായ സമയത്താണ് തുടങ്ങുന്നത്. ഉച്ചയ്ക്ക് 12 അല്ല, ഇപ്പം 10:45 കഴിഞ്ഞു. എന്തുകൊണ്ട് ഈ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച പരീക്ഷയുടെയും എല്ലാം ഉള്ളത് കൊണ്ട്, എൻ്റെ പ്രയോറിറ്റി എൻ്റെ പഠിത്തമായതുകൊണ്ടും പഠിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ജോലി സ്ഥലത്ത് കുറച്ച് അവിടെയും ഇവിടെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തിയിട്ട് ഞാൻ എൻ്റെ ശനി ഞായറിലുള്ള മണിക്കൂറുകൾ ഒന്ന് കുറച്ച്, മൊത്തത്തിൽ പറ്റിയില്ലെങ്കിലും കുറച്ച് മണിക്കൂർ പോകണം, 8 മണിക്കൂർ പോകണം. അത് കളയാൻ പറ്റില്ല. ഒരു തവണ പോയി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ശരിയാക്കി എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. സോ ഇന്ന് 8 മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് കാലത്തൊക്കെ ഇരുന്ന് പഠിത്തമായിരുന്നു. പഠിത്തം. കഴിഞ്ഞ ആഴ്ചത്തെ പരീക്ഷ പാസ്സാവെന്ന് വിചാരിച്ചല്ല, എന്തോ ഭാഗ്യത്തിന് പാസ്സായി. അത് പാസ്സാവലായിരുന്നു. പക്ഷെ അടുത്ത ആഴ്ചത്തെ പരീക്ഷകളൊക്കെ എഴുത്ത് പരീക്ഷ അതേ കണ്ടില്ല, ഞാൻ ഇരുന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് പഠിക്കാണ്ട് പറ്റത്തില്ല. സോ പഠിത്തം തന്നെയാണ്. ഇപ്പം ഞാനിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സർജറി, അത് കഴിഞ്ഞിട്ട് ഇനി റീപ്രൊഡക്ഷൻ നോക്കണം, ആവശ്യത്തിനുണ്ട്. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, പഠിക്കണം. പിന്നെ ആസ് ഓൾവേസ് കൊണ്ടുപോകുന്ന പോലത്തെ സാധനങ്ങളൊക്കെയാണ് ജോലിക്ക് പാക്ക് ചെയ്ത് വെക്കുന്നത്. ബാഗിലുണ്ട് എല്ലാവരും. ഇവിടെ ട്രൈപോഡ്, പവർ ബാങ്ക് ഒരെണ്ണം മേടിക്കണം എന്തായാലും. കണ്ടില്ലേ, നമ്മുടെ പെർഫ്യൂം, ഫുഡ്, അങ്ങനെ ആവശ്യത്തിന് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. മുറിയാണെങ്കിൽ അലങ്കോലപ്പെട്ട് കിടക്കുന്നു, അത് വൃത്തിയാക്കണം. ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്, പരീക്ഷകളുണ്ട്. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ 3 മണിക്കൂർ കുറച്ച് പണിയെടുത്താലും കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ആവട്ടെ. നമ്മൾ പോവുകയാണ് ജോലിക്ക്.